നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഓടിയെത്തിയ ട്രെയിനിന് മുന്നിലെ സമയോചിത ഇടപെടൽ. പന്നേംപാറയിലെ പവിത്രന് ലഭിച്ചത് രണ്ടാം ജന്മം. ഓർത്തെടുക്കുമ്പോൾ ഭീതി വിട്ടൊഴിയുന്നില്ല. അന്വേഷണം ആരംഭിച്ച് RPF. അംബേദ്കറെ അപമാനിച്ച അമിത്ഷാ രാജിവെക്കണം. ആവശ്യവുമായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ മാർച്ച്. കോൺഗ്രസ് രാജ്യത്തുള്ളിടത്തോളം ഭരണഘടനയെ തകർക്കാനാവില്ലെന്നും നേതാക്കൾ. ആടിയും പാടിയും അവർ ഒത്തുകൂടി. അവശതകളും ആകുലതകളും വഴിമാറി ഭിന്നശേഷി കലാമേള. പ്രത്യേക പരിഗണന അർഹിക്കുന്നവരെ മാറ്റി നിർത്താതെ ചേർത്തു നിർത്തണമെന്ന് അഡ്വക്കേറ്റ് KK രത്നകുമാരി. വാർത്തകൾ വിശദമായി. സമയോചിത പ്രവർത്തനം. ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിനടിയിൽ കിടന്ന പവിത്രന് രണ്ടാം ജന്മം. ഇന്നലെ പന്നേംപാറ റെയിൽവേ ഗേറ്റിന് സമീപമായിരുന്നു സംഭവം നടന്നത്. ഫോൺ ചെയ്ത് നടന്നപ്പോൾ ട്രെയിൻ വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടില്ലെന്നും അടുത്തെത്തിയപ്പോൾ ട്രാക്കിലേക്ക് കമിഴ്ന്ന് കിടക്കുകയുമാണ് ചെയ്തതെന്ന് പവിത്രൻ പറഞ്ഞു. സ്കൂൾ വാഹനത്തിലെ ക്ലീനറാണ് പവിത്രൻ. വീഡിയോ ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു. മദ്യപിച്ചിരുന്നില്ലെന്നും പ്രാണരക്ഷാർത്ഥമാണ് ട്രെയിനിനടിയിൽ കിടന്നതെന്നും കണ്ണൂരിൽ ചീറിപ്പാഞ്ഞെത്തിയ ട്രെയിനിനടിയിൽ നിന്നും രക്ഷപ്പെട്ട പവിത്രൻ പറഞ്ഞു. എന്നാൽ ഭീതി ഇപ്പോഴും മാറിയിട്ടില്ലെന്നും ഫോൺ ചെയ്ത് നടന്നപ്പോൾ പെട്ടെന്ന് ട്രെയിൻ വരികയായിരുന്നു എന്നുമാണ് പന്നേൻപാറ സ്വദേശിയായ പവിത്രൻ പറയുന്നത്. ട്രെയിൻ കണ്ടപ്പോൾ പെട്ടെന്ന് അവിടെ കിടക്കുകയായിരുന്നു. വണ്ടി കടന്നു പോകുന്നതുവരെ തലപൊക്കാതെ അവിടെ കുമ്പിട്ട് കിടന്നതിലാണ് ഇദ്ദേഹം രക്ഷപ്പെട്ടത്. വണ്ടി പോയി കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് നടക്കുകയായിരുന്നു. ദൃശ്യങ്ങൾ വ്യാപകമായതിനെ തുടർന്ന് സംഭവത്തെക്കുറിച്ച് പല കഥകളാണ് പുറത്തു വന്നത്. മദ്യപാനിയായ ഒരാൾ ട്രാക്കിൽ കിടന്നിട്ട് എഴുന്നേറ്റ് പോയെന്ന തരത്തിലാണ് അഭ്യൂഹങ്ങൾ പുറത്തു വന്നത്. മദ്യപിച്ചിരുന്നില്ലെന്നും പ്രാണരക്ഷാർത്ഥമാണ് ട്രാക്കിൽ കിടന്നതെന്നും പവിത്രൻ പറഞ്ഞു. സ്കൂൾ വാഹനത്തിലെ ക്ലീനറാണ് പവിത്രൻ. വീഡിയോ കണ്ടപ്പോൾ ഉള്ളിൽ പേടി തോന്നിയെന്നും പവിത്രൻ പറഞ്ഞു. സ്ഥിരമായി ഇതുവഴി പോകാറുണ്ടെന്നും ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു അനുഭവമെന്നും പവിത്രൻ പറഞ്ഞു. ദിവസവും ജോലി കഴിഞ്ഞ് പാളത്തിൽ കൂടെയാണ് കളരി അഭ്യാസി കൂടിയായ പവിത്രൻ വീട്ടിലേക്ക് വരാറുള്ളത്. സംഭവത്തെക്കുറിച്ച് ഇന്നലെ മുതൽ തന്നെ റെയിൽവേ സംരക്ഷണ സേനയും റെയിൽവേ പോലീസും അന്വേഷണം ആരംഭിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. പോലീസിന്റെ മാധ്യമവേട്ട. പത്രപ്രവർത്തകർ കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വാർത്തയുടെ പേരിൽ മാധ്യമ ലേഖകൻ അനിരു അശോകന്റെ ഫോൺ പിടിച്ചെടുക്കാനുള്ള ക്രൈംബ്രാഞ്ചിന്റെ നീക്കത്തിൽ പ്രതിഷേധിച്ചാണ് കേരള പത്രപ്രവർത്തക യൂണിയൻ ആഹ്വാനപ്രകാരം ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. കണ്ണൂരിൽ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് മാധ്യമപ്രവർത്തകർ നടത്തിയ മാർച്ച് സംസ്ഥാന വൈസ് പ്രസിഡന്റ് K. വിജയ് ഉദ്ഘാടനം ചെയ്തു. ആ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ വാർത്തയുടെ പ്രാധാന്യം അറിയുകയും അതിൻ്റെ എല്ലാ കാര്യങ്ങളും പരിശോധിച്ചതിന് ശേഷമായിരിക്കും തീർച്ചയായും അതിൻ്റെ എഡിറ്റോറിയൽ ബോർഡ് ഇത്തരം ഒരു വാർത്ത കൊടുത്തിട്ടുണ്ടാവുക. എന്നാൽ ആ വാർത്ത പ്രസിദ്ധീകരിച്ചതിന് ശേഷം സർക്കാരും PSCയും മറ്റുള്ള അധികൃതരും ചെയ്തത് ഈ വാർത്ത വ്യാജമാണ് എന്ന് വരുത്തി തീർക്കാനും മാധ്യമപ്രവർത്തകരെയും അവഹേളിക്കുവാനുമാണ് ശ്രമിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാധ്യമം ദിനപത്രം തുടർച്ചയായി വരുന്ന ദിവസങ്ങളിൽ അതിൻ്റെ ഫോളോ അപ്പ് വാർത്തകൾ കൊടുക്കുകയും ആ പോലീസ് DIGയുടെ നേതൃത്വത്തിൽ അന്വേഷണ കമ്മീഷൻ്റെ റിപ്പോർട്ട് അടക്കം വെച്ചിട്ട് അത് പ്രസിദ്ധീകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് നടപടികൾ ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സത്യസന്ധമായ വാർത്ത കൊടുത്തതിൻ്റെ പേരിലാണ് ഈ നടപടികളൊക്കെ ഉണ്ടായിരുന്നത്. KUWJ ജില്ലാ പ്രസിഡന്റ് സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി കബീർ കണ്ണാടിപ്പറമ്പ് സ്വാഗതവും ട്രഷറർ K. സതീശൻ നന്ദിയും രേഖപ്പെടുത്തി. എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ജംഷീർ, സബീന പത്മൻ, സന്ദീപ് ഗോവിന്ദൻ, അനു മേരി ജേക്കബ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വാർത്തയുടെ ഉറവിടം വെളിപ്പെടുത്താൻ നിർബന്ധിക്കുന്ന പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് മാർച്ച്. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. SKSSF സംഘടിപ്പിക്കുന്ന 15ാമത് ഇസ്ലാമിക കലാസാഹിത്യ മത്സരം സംസ്ഥാന സർഗലയം ഡിസംബർ 26 മുതൽ 29 വരെ തളിപ്പറമ്പ് പ്രകാശതീരം നഗരിയിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 26 ഉച്ചയ്ക്ക് 2 വിഖായ സ്ക്വാഡ് കണ്ണൂർ അസിസ്റ്റന്റ് കമ്മീഷണർ രത്നകുമാർ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിനകത്തും പുറത്തുനിന്നുമായി 16 ജില്ലകളിൽ നിന്നുള്ള 2000-ഓളം മത്സരാർത്ഥികൾ മാറ്റുരയ്ക്കും. സർ സയ്യിദ് ഹയർ സെക്കൻഡറി സ്കൂൾ, KE സാഹിബ് ട്രെയിനിംഗ് കോളേജ് എന്നിവിടങ്ങളിൽ സജ്ജമാക്കിയ 7 വേദികളിലായാണ് മത്സരം നടക്കുന്നത്. ഉള്ളിന്റെ ആളൽ എന്ന തീം അടിസ്ഥാനമാക്കി 101 ഇനങ്ങളിലായാണ് സർഗാലയത്തിൽ മത്സരങ്ങൾ നടക്കുന്നത്. വൈകിട്ട് 6:30 മജ്ലിസുന്നൂർ ആത്മീയ സംഗമം സയ്യിദ് അസ്ലം മഷ്ഹൂർ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. സയ്യിദ് മുഹമ്മദ് ഹുസൈൻ തങ്ങൾ അൽ ഹസാരി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. 27 വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1:30 സയ്യിദ് മഹമ്മൂദ് സഫ്വാൻ കോയത്തങ്ങൾ പതാക ഉയർത്തും. വൈകിട്ട് 4 കലാജാഥ നടക്കും. തുടർന്ന് 6:30 15ാമത് സർഗാലയം സമസ്ത കേരള ജമിയത്തുൽ ഉലുമ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും.
SKSSF സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ അധ്യക്ഷനാവും. SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമലുൽ ലൈലി അനുഗ്രഹ പ്രഭാഷണം നടത്തും. 28, 29 ദിവസങ്ങളിലായി രാവിലെ 8:30 മുതൽ മത്സരങ്ങൾ നടക്കും. 28-ന് ശനിയാഴ്ച വൈകിട്ട് 4-ന് സർഗലയ സാഹിത്യ പ്രതിഭാ പുരസ്കാരം സമ്മാനിക്കും. സയ്യിദ് ഫക്രുദ്ദീൻ ഹസ്നി തങ്ങളുടെ അധ്യക്ഷതയിൽ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് ജനറൽ സെക്രട്ടറി MT അബ്ദുള്ള മുസ്ലിയാർ ഉദ്ഘാടനവും പുരസ്കാരദാനവും നിർവഹിക്കും. രാത്രി 7-ന് രാഷ്ട്രീയ നൈതികത എന്ന വിഷയത്തിൽ സംവാദം നടക്കും. 29-ന് രാവിലെ 11-ന് വംശീയത പാനൽ ഡിസ്കണക്ഷൻ നടക്കും. 29-ന് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. കലാസാഹിത്യ മേഖലയിൽ വളരെയേറെ സംഭാവനകൾ നിർവഹിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഈ കലയും വിനോദവുമൊക്കെ തിരിച്ചറിവിൻ്റെ മാർഗമായി മൂല്യാധിഷ്ഠിതമായി നൈതിക ബോധത്തോടെ രാജ്യത്തിൻ്റെ നിർമ്മാണാത്മകമായ പ്രവർത്തനങ്ങളിൽ പങ്കുവഹിക്കാൻ പറ്റാവുന്ന ഒരു പറ്റം യുവതയെ സമർപ്പിക്കലാണ് ഈ സർഗവേദി കൊണ്ട് സംഘടന ലക്ഷ്യം വെക്കുന്നത്. വാർത്താസമ്മേളനത്തിൽ SKSF സംസ്ഥാന ജനറൽ സെക്രട്ടറി OP അഷ്റഫ് കുറ്റിക്കടവ്, ബഷീർ അസ്അദി നമ്പ്രം, ജനറൽ കൺവീനർ AK അബ്ദുൽ ബാഖി, ഇസ്നുദ്ദീൻ നിസാമി പൊതുവാച്ചേരി, സുലൈമാൻ മഹിരി ഉഗ്രപുരം എന്നിവർ പങ്കെടുത്തു. ഉൽപാദനത്തേക്കാൾ ഉപഭോഗത്തിലാണ് കേരളം മുന്നിട്ടു നിൽക്കുന്നതെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. ദേശീയ ഉപഭോക്തൃ ദിനം ജില്ലാതല ഉദ്ഘാടനം കണ്ണൂർ സ്പോർട്സ് കൗൺസിൽ ഹാളിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കല്യാണത്തിന് മാലയിടാനും ഒക്കെ കൊടുക്കാനും ഒറ്റ പൂക്കൾ കിട്ടില്ല. അതുകൊണ്ട് ആ ലോറിയിൽ ആഗമനം കാത്തിരിക്കുകയാണ് വധുവരന്മാരും കുടുംബങ്ങളൊക്കെ. അത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നില്ല. അതുപോലും നമ്മളിവിടെ ഉണ്ടാക്കില്ലാത്ത കാര്യം വളരെ നിർബന്ധമാണ്. അപ്പോൾ യഥാർത്ഥമായും ഒരു വിഭവ സംസ്ഥാനം എന്ന പേര് അന്വർത്ഥമാക്കത്തക്ക നിലയിൽ നമ്മളത് താതകമായിട്ട് പോവുകയാണ്. നന്നായത് നേരത്തെ പറഞ്ഞു, ശാസ്ത്രീയമായി ഭക്ഷണം പാകം ചെയ്ത് അതെല്ലാം നന്നായി രുചികരമായ ഭക്ഷണമാക്കി മാറ്റി. ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ നമ്മോട് വെല്ലുവിളിക്കാൻ ഇന്ത്യ ഒരു സംസ്ഥാനത്ത് സാധ്യമല്ല. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി മുഖ്യാതിഥിയായി. മേയർ മുസ്ലിഹ് മഠത്തിൽ അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളയാവൂർ, കൌൺസിലർ അഡ്വക്കേറ്റ് PK അൻവർ, ജില്ലാ സപ്ലൈ ഓഫീസർ ഇൻചാർജ് EK പ്രകാശൻ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ PP വിനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നടന്ന സെമിനാറിൽ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ മെമ്പർ അഡ്വക്കേറ്റ് മോളിക്കുട്ടി മാത്യു, ജില്ലാ സൈബർ സെൽ സീനിയർ CPO VS അനൂപ് എന്നിവർ വിഷയങ്ങൾ അവതരിപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് നടന്ന ഉപഭോക്തൃ സംരക്ഷണവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ പങ്കുവയ്ക്കലിൽ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ മെമ്പർ അഡ്വക്കേറ്റ് KP സജീഷ് മോഡറേറ്ററായി. ഇനിയൊരു ഇടവേളക്ക് മുൻപായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഓടിയെത്തിയ ട്രെയിനിന് മുന്നിലെ സമയോചിത ഇടപെടൽ, പന്നേംപാറയിലെ പവിത്രന് ലഭിച്ചത് 2ാം ജന്മം. ഓർത്തെടുക്കുമ്പോൾ ഭീതി വിട്ടൊഴിയുന്നില്ല. അന്വേഷണം ആരംഭിച്ച് RPF. അംബേദ്കറെ അപമാനിച്ച അമിത്ഷാ രാജിവെക്കണം. ആവശ്യവുമായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ മാർച്ച്. കോൺഗ്രസ് രാജ്യത്തുള്ളിടത്തോളം ഭരണഘടനയെ തകർക്കാനാവില്ലെന്നും നേതാക്കൾ. ആടിയും പാടിയും അവർ ഒത്തുകൂടി. അവശതകളും ആകുലതകളും വഴിമാറി ഭിന്നശേഷി കലാമേള. പ്രത്യേക പരിഗണന അർഹിക്കുന്നവരെ മാറ്റി നിർത്താതെ ചേർത്തു നിർത്തണമെന്ന് അഡ്വക്കേറ്റ് KK രത്നകുമാരി. പറഞ്ഞ തുക മുഴുവനുണ്ട്, വേണേ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെയായി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്, അഡ്വാൻസ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം.
GITD, എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തയിലേക്ക്. ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറിനെ അപമാനിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബാബാ സാഹേബ് അംബേദ്കർ സമ്മാൻ മാർച്ച് നടത്തി. AICC മെമ്പർ VR നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ ജീവനാണ് കോൺഗ്രസ്, ഇന്ത്യയുടെ ചരിത്രമാണ് കോൺഗ്രസ്. കോൺഗ്രസ് ഭരിക്കുകിൽ ഇന്ത്യയുണ്ട്, കോൺഗ്രസ് ജീവിച്ചിരിക്കുകിൽ ഇന്ത്യ ജീവിക്കും എന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകൾക്ക് ഇന്ന് പ്രസക്തിയേറെയാണ്. ഇന്ന് രാജ്യത്തിന്റെ ജനാധിപത്യത്തിന് ക്ഷീണം തട്ടിയിരിക്കുന്നു. ജനാധിപത്യവും സോഷ്യലിസവും മതേതരത്വവും മാറ്റാനുള്ള ശ്രമം നടക്കുന്നു. പാർലമെന്റിൽ പുതിയ പതിപ്പുകൾ അവതരിപ്പിക്കുമ്പോൾ മതേതരത്വവും ജനാധിപത്യവും സോഷ്യലിസവും എടുത്തുമാറ്റാൻ ശ്രമിക്കുന്നു. കോൺഗ്രസ് ഈ രാജ്യത്തുള്ളിടത്തോളം ഭരണഘടനയെ തകർക്കുവാൻ ഒരു ശക്തിയെയും അനുവദിക്കില്ല. ഈ അവഹേളനത്തിനെതിരെ രാജ്യത്താകമാനം കോൺഗ്രസിന്റെ ശക്തമായ പ്രതിഷേധം മലയടിക്കും VR നാരായണൻ പറഞ്ഞു. അംബേദ്കർ ഇന്ത്യൻ ജനതയുടെ പ്രതീകമാണ്. ഇന്ത്യയിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയുടെ പ്രതീകമാണ് അംബേദ്കർ. അംബേദ്കറെ പോലുള്ള മഹാരഥന്മാരായ നേതാക്കന്മാരാണ് ഈ രാജ്യത്തെ സ്വാതന്ത്ര്യം വഹിച്ചു തരാൻ നേതൃത്വം നൽകിയത്. ആ സ്വാതന്ത്ര്യം നിലനിർത്തി മുന്നോട്ടേക്ക് പോകാൻ നേതൃത്വം നൽകിയത് അംബേദ്കറും ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള മഹാരഥന്മാരായ നേതാവാണ്. അമിത്ഷായ്ക്ക് അത് മനസ്സിലാകില്ല, നരേന്ദ്രമോദിക്ക് അത് മനസ്സിലാകില്ല. ഗുണ്ടാ രാഷ്ട്രീയത്തിലൂടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് അട്ടിമറിച്ചുകൊണ്ട് രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയായ ശ്രീ അമിത്ഷാ, അദ്ദേഹത്തിന് ഇത്തരം ജനാധിപത്യത്തെ കുറിച്ച് അറിയില്ല. അദ്ദേഹം ഇതിനെക്കുറിച്ച് വാചാലമായി സംസാരിക്കേണ്ട കാര്യമില്ല. പക്ഷേ പ്രിയങ്കരായ ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, അഡ്വക്കേറ്റ് TO മോഹനൻ, ഷമ മുഹമ്മദ് തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. AKG സഹകരണ ആശുപത്രിയിൽ അത്യാധുനിക സൗകര്യങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിച്ച വിവിധ വിഭാഗങ്ങളുടെ ഉദ്ഘാടനം നാളെ നടക്കും. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുമെന്ന് ആശുപത്രി പ്രസിഡന്റ് P. പുരുഷോത്തമൻ പറഞ്ഞു. 22 സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളും 9 സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളും ആശുപത്രിയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു. സൂപ്പർ സ്പെഷ്യാലിറ്റി ICU കോംപ്ലക്സ്, ആധുനീകരിച്ച ഫാർമസി, എക്സിക്യൂട്ടീവ് മുറികൾ, ടോക്കൺ ബുക്കിംഗ്, മൊബൈൽ ആപ്പ് എന്നിവയുടെ ഉദ്ഘാടനമാണ് ഡിസംബർ 25 വ്യാഴാഴ്ച വൈകുന്നേരം 5 മണിക്ക് നടക്കുന്നത്. ചടങ്ങിൽ KV സുമേഷ് MLA അധ്യക്ഷത വഹിക്കും. ലാഭത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടി തുടങ്ങിയത് ഇപ്പോൾ ഏറ്റവും അവസാനത്തെ 3 വർഷമാണ്. മെമ്പർമാർക്ക് ചികിത്സ ഇളവുണ്ട്. അവിടെ കിടത്തി ചികിത്സിക്കുന്ന ആശുപത്രിയുടെ അംഗങ്ങൾക്ക് 10% ഇളവ് ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. BPL കുടുംബത്തിൽപ്പെട്ടവരാണെങ്കിൽ 5% മുതൽ 10% വരെ ഇളവ് ഇപ്പോൾ ഞങ്ങൾ അനുഭവിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിന് പുറത്ത് ഏറ്റവും പാവപ്പെട്ടവർ ചിലപ്പോൾ BPL ആയിരിക്കില്ല, സാങ്കേതികമായി ഒരുപക്ഷെ നാട്ടുകാർ ചികിത്സാ കമ്മിറ്റിയിൽ ഉണ്ടാക്കി പിരിവെടുത്ത് ചികിത്സ നടത്തുന്ന ധാരാളം കേസ് ഞങ്ങളുടെ മുമ്പിൽ വരുന്നുണ്ട്. അപ്പോൾ അത്തരം ആളുകളെ നല്ലപോലെ സഹായിക്കുന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് ഒരു പുവർ ഫണ്ട് ഞങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്ത് അതിൻ്റെ സഹായം അവരുടെ പൊതുനില കൂടി പരിഗണിച്ചുകൊണ്ട് ഇപ്പോൾ കൊടുത്തു വരുന്നുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം 4 കോടി രൂപയുടെ ഇളവ് ഈ പറയുന്ന വിവിധ ഇനങ്ങളിലായിട്ട് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. 4 കോടി രൂപേൻ്റെ ഇളവ് കൊടുത്തിട്ടുണ്ട്.
കണ്ണൂർ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ആരോഗ്യ ശുശ്രൂഷ രംഗത്ത് സ്തുത്യർഹമായ സേവനം നൽകി വരുന്ന ജനകീയ സഹകരണ സ്ഥാപനമാണ് AKG ആശുപത്രി. ജില്ലയിൽ അടുത്തിടെ വന്ന കോർപ്പറേറ്റ് ആശുപത്രികൾ AKG ആശുപത്രിക്ക് ഭീഷണിയല്ലെന്നും ആശുപത്രി പ്രസിഡന്റ് P. പുരുഷോത്തമൻ പറഞ്ഞു. 22 സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളും 9 സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളും ആശുപത്രിയിലുണ്ട്. കാലോചിതമായി വരുത്തിക്കൊണ്ടിരിക്കുന്ന പരിഷ്കാരങ്ങളിലൂടെ വികസനത്തിന്റെ പാതയിലാണ് ആശുപത്രിയെന്നും പ്രസിഡന്റ് പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് KN മോഹനൻ നമ്പ്യാർ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KP ബാലകൃഷ്ണ പൊതുവാൾ, N. അനിൽകുമാർ, K. വികാസ് തുടങ്ങിയവർ പങ്കെടുത്തു. കാനാമ്പുഴ ഒന്നാം ഘട്ട പൂർത്തീകരണത്തിന്റെ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി കൂത്തുപറമ്പ് വരയിടം കുട്ടികളുടെ ചിത്രകലാ ക്യാമ്പും ചിത്ര പ്രദർശനവും സംഘടിപ്പിച്ചു. ചൊവ്വ LP സ്കൂളിൽ നവകേരളം കർമ്മ പദ്ധതി സംസ്ഥാന അസിസ്റ്റന്റ് കോർഡിനേറ്റർ TP സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. ഇനി ഞാൻ ഒഴുകട്ടെ കാനാമ്പുഴ പദ്ധതിയുടെ ഒന്നാംഘട്ട പൂർത്തീകരണ പ്രചാരണത്തിന്റെ ഭാഗമായാണ് കൂത്തുപറമ്പ് വരയിടം കുട്ടികളുടെ ചിത്രകലാ ക്യാമ്പും ചിത്ര പ്രദർശനവും സംഘടിപ്പിച്ചത്. C. വിനോദ് അധ്യക്ഷത വഹിച്ചു. ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ EK സോമശേഖരൻ മുഖ്യപ്രഭാഷണം നടത്തി. റിസോഴ്സസ് പേഴ്സൺമാരായ V. സഹദേവൻ, P. ജയപ്രകാശ്, കാനാമ്പുഴ അതിജീവന സമിതി അംഗങ്ങളായ K. ബഷീർ, B. കൃഷ്ണൻ, ചിത്രകാരൻ ഷൈജു K. മാലൂർ എന്നിവർ സംസാരിച്ചു. 30 കുട്ടികളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. കണ്ണൂർ പ്രസ് ക്ലബ്ബിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ജാതിമത ഭേദമന്യേ സമൃദ്ധമായി സംഘടിപ്പിക്കുന്ന ആഘോഷം ക്രിസ്മസ് മാത്രമാണെന്ന് കടന്നപ്പള്ളി പറഞ്ഞു. ക്രിസ്മസ് ദിനം അതേതെങ്കിലും മതത്തിൻ്റെ പ്രപഞ്ചത്തോളം പ്രവിശനമായ എല്ലാവരുമായി ആചരണത്തിൽ ജാതിയില്ല മതമില്ല രാഷ്ട്രീയമില്ല. ക്രിസ്മസ് രാവുകൾ കൊണ്ട് നിറയുകയാണ്. ഇത്രയേറെ ലോകവ്യാപകമായി ആചരിക്കപ്പെടുന്ന ഒരു മഹാദിനം ചരിത്രത്തിൽ സൂക്ഷിക്കാൻ കഴിയും. അത്രയേറെ സമൃദ്ധമായ വ്യാപകമായ ഈശ്വരീയമായ ദർശനങ്ങളുടെയും ചിന്തകളുടെയും ആത്മീയ ചൈതന്യത്തിന്റെയും പ്രഭാവനയിൽ നിലനിൽക്കുന്ന ഒരു ദിനം. പ്രസ് ക്ലബ് പ്രസിഡന്റ് C. അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ രൂപതാ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതല ക്രിസ്തുമസ് സന്ദേശം നൽകി. മനോഹരമായ ആ ഒരു സംഗ്രഹമാണ്. അതേപോലെ തന്നെ പറഞ്ഞു, ദുഃഖിതരെ പീഡിതരെ നിങ്ങൾ ഭാഗ്യവാന്മാർ. അതും യേശു പറഞ്ഞ ആ മലയിലെ തിരുപ്രഭാഷണത്തിന്റെ സാരസംഗ്രഹമാണ്. അതിനപ്പുറത്ത് എന്താണ് ഇനി സന്ദേശം കൂടെ ചേർത്തു? സൗഹാർദ്ദത്തിന്റെയും സ്നേഹത്തിന്റെയും ഒക്കെ ഈ ആഘോഷം ഒരുപക്ഷെ ലോകം മുഴുവൻ ആഘോഷിക്കുന്ന ഒരു അവസരം. വലിയ സന്തോഷത്തിന് സദ്വാർത്ത നിങ്ങൾക്കായി നൽകുന്നു എന്ന് പറഞ്ഞിട്ടാണ് മാലാഖമാർ ആ മലഞ്ചെരിവിലെ ബദലേഖമിലെ ആ കൊച്ചു കാലിത്തൊഴുത്തിൽ കിടന്ന ഈ വലിയ വാർത്ത എല്ലാവരെയും അറിയിക്കും. കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ പ്രസ് ക്ലബ് ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് KK ബൽറാം, കണ്ണൂർ രൂപത സഹായം മെത്രാൻ ഡോക്ടർ ഡെന്നീസ് കറുപ്പശ്ശേരി, മോൺസ് ക്ലാരൻസ് പാലിയത്ത്, ഫാദർ ജോർജ് പൈനാടത്ത്, PRD DD EK പത്മനാഭൻ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ PP വിനീഷ്, PJ ജേക്കബ് എന്നിവർ സംസാരിച്ചു. പ്രസ് ക്ലബ് സെക്രട്ടറി കബീർ കണ്ണാടിപ്പറമ്പ് സ്വാഗതവും ട്രഷറർ K. സതീശൻ നന്ദിയും പറഞ്ഞു. അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി കലാമേള നക്ഷത്ര സംഗമം ചാലിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KK രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾ എന്ന നിലയിൽ പല രക്ഷിതാക്കളും ഇന്നും കുട്ടികളെ വീടുകളിൽ നിന്നും പുറത്തിറക്കുന്നില്ലെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KK രത്നകുമാരി പറഞ്ഞു. നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പല കാരണങ്ങളാലാണ് വരുന്ന ചില പരിമിതികൾ അവർക്കുണ്ടായിട്ടുള്ളത്. അത് ചില കുട്ടികൾക്ക് ജന്മന ഉള്ളതാവാം, ചില കുട്ടികൾക്ക് ജനിച്ചതിന് ശേഷം നല്ല അസുഖത്തിൻ്റെ ഭാഗമായിട്ട് വരാം, പനി പോലുള്ള ചില അസുഖത്തിൻ്റെ ഭാഗമായിട്ടാവാം, മറ്റു ചിലർക്ക് അപകടങ്ങളുടെ ഭാഗമായിട്ട്, ഇങ്ങനെ വ്യത്യസ്തമാണ് ഇത്തരത്തിലുള്ള പരിമിതികൾ. എന്നാൽ നമ്മൾ കാണേണ്ടത് ഈ ഓരോ കുഞ്ഞു മക്കളെ എടുത്ത് പരിശോധിച്ചാൽ അവർക്കെല്ലാം വലിയ രീതിയിൽ മറ്റ് പല കലാപരമായും കായികപരമായിട്ടെല്ലാം വ്യത്യസ്തമായ കഴിവുള്ളവരാണ്. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഇവരെ ഒന്നും പുറത്തെവിടെയും കൊണ്ടുപോകേണ്ട, ഇങ്ങനെ പരിമിതിയൊക്കെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത ചില രക്ഷിതാക്കളുണ്ട്, പ്രയാസങ്ങളുണ്ടാവാം. പക്ഷേ അവരെ അങ്ങനെ വീട്ടിൽ അകത്തടങ്ങളിൽ അടിച്ചിട്ടുള്ളവരല്ല. അവരെ നമുക്ക് സമൂഹത്തിനകത്തേക്ക് കൊണ്ടുവരികയും ഇത്തരം പരിപാടികളിലെല്ലാം പങ്കെടുപ്പിച്ച്
പഠിപ്പിച്ചുകൊണ്ട് അവരുടെ കഴിവുകൾ തെളിയിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. എന്നാൽ അവർ വ്യത്യസ്ത തരം കഴിവുകളാൽ സമ്പന്നരായവരാണെന്നും അവരെ സമൂഹത്തിനു മുന്നിൽ ഉയർത്തിക്കൊണ്ടുവരികയാണ് വേണ്ടത്. വിഭിന്നങ്ങളായ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ ഇത്തരം വേദികൾ ഒരുക്കുന്നതും അഭിനന്ദനാർഹമാണെന്നും കെ രത്നകുമാരി പറഞ്ഞു. അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അജീഷ് അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ മിനി, അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റീനായെ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ഗിരീഷ് കുമാർ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മുഹമ്മദ് അഷ്റഫ്, സാമൂഹ്യനീതി വകുപ്പ് ഓഫീസർ ഹൈമ പി, ICDS സൂപ്പർവൈസർ ഡാലിയ സ്റ്റീഫൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. മാസ്റ്റർ ആൽവിൻ മുകുന്ദ് കേന്ദ്ര കഥാപാത്രമാവുന്ന ഹ്രസ്വ ചിത്രം കാന്താരി പ്രദർശനത്തിന്. ചാരുകേശിനി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ അജേഷ് കടാങ്കോട് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത സിനിമ സേന മൂവിയിലൂടെയാണ് പുറത്തിറങ്ങിയത്. ഒരു കുഞ്ഞു ബാല്യത്തിന്റെ കുസൃതിയിലൂടെ ടീച്ചറും കുട്ടിയും തമ്മിലുള്ള ആത്മബന്ധമാണ് പ്രമേയം. കുഞ്ഞു സിനിമകളിലൂടെ അവാർഡുകൾ നേടിയിട്ടുള്ള തായി പ്രസാദാണ് ക്യാമറ. കൂടെ ശ്യാംകൃഷ്ണൻ എഡിറ്റിംഗും ഷിജു പീറ്റർ ബിജിയവും നിർവഹിച്ചിട്ടുണ്ട്. അമ്മ, അച്ഛൻ്റെ പേര് ശരിക്കും സേതു എന്നാണോ സെട്ടു എന്നാണോ? എടാ പൊന്നൂസിപ്പോ പോവും. എടാ ഇന്നെങ്കിലും ഒന്ന് പുസ്തകം എടുത്തിട്ട് പോടാ. ഇന്ന് എന്റെ പിറന്നാൾ ടീച്ചർ. ആ ബസ് അധികം ഉരുളണ്ടട്ടാ. കക്ഷി രാഷ്ട്രീയം മാറ്റിവെച്ച് സർക്കാരും വ്യാപാരി വ്യവസായ മേഖലയിലെ സംരംഭകരും ഒറ്റക്കെട്ടായി നിന്നാൽ കണ്ണൂരിന്റെ വികസന സ്വപ്നങ്ങൾക്ക് വേഗം കൂടുമെന്ന് കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടി. ജനുവരി 11-12 തീയതികളിൽ മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഗ്ലോബൽ ജോബ് ഫെയറിന്റെ ഭാഗമായി നോർത്ത് മലബാർ ചേംബർ ഓഫ് കോമേഴ്സിന്റെ സഹകരണത്തോടെ നടത്തിയ മുഖാമുഖം സദസ്സാണ് കണ്ണൂരിന്റെ വികസനത്തിനുള്ള ചർച്ചാവേദിയായി മാറിയത്. മുഖാമുഖം കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടിൽ സംരംഭങ്ങൾ കൂടുതൽ ആരംഭിക്കാൻ സർക്കാരിന്റെ സഹായത്താൽ വ്യാപാരി വ്യവസായികളും ശ്രമിക്കണമെന്നും അതുവഴി കൂടുതൽ തൊഴിലിടങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നും മുഖാമുഖം സദസ്സ് അഭിപ്രായപ്പെട്ടു. സംസ്ഥാന സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഒന്നിച്ച് കൈകോർത്താൽ കണ്ണൂർ നഗരത്തിൽ വികസന വളർച്ചയിലൂടെ വൻ മുന്നേറ്റം സാധ്യമാക്കാനാകുമെന്ന് മേയർ പറഞ്ഞു. ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു വലിയ സത്യം തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് ആളുകൾ ഇന്നും തൊഴിലില്ലാതെ പ്രയാസപ്പെടുന്നുണ്ടെന്ന് നമുക്കൊക്കെ അറിയാം. ഒരുപാട് ആളുകൾ വിദേശത്തേക്ക് പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ ആളുകൾ വിദേശത്തേക്ക് ഒഴുകി പോവുകയാണ്. അന്യ സംസ്ഥാനത്തേക്കും വിദേശത്തൊക്കെയായി ഒഴുകി പോവുകയാണ്. അപ്പോൾ ഭാവിയിൽ ഒരുപക്ഷെ ഇനിയൊരു 10-15 വർഷം കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരു 50-60 വയസ്സിനും ശേഷമുള്ള ആളുകൾ മാത്രമായി പോകുക എന്നുള്ള ഒരു ഭീതിജനകമായ ഒരവസ്ഥയിലേക്കാണ് നമ്മുടെ നാടിൻ്റെ പോക്ക് എന്നത് തന്നെ. അപ്പോൾ അവിടെയാണ് ഒരു തദ്ദേശ സ്ഥാപനം, അതിനെ തദ്ദേശ സ്ഥാപനം എന്ന രീതിയിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള രീതിയിലുള്ള ഇടപെടൽ നമുക്കുണ്ടാവുന്ന രീതിയിൽ ഇവിടുത്തെ ചെറുപ്പക്കാരായ ആളുകൾക്ക് വ്യത്യസ്ത തൊഴിലവസരങ്ങൾ അവരുടെ മുമ്പിലേക്ക് കൊണ്ടിട്ട് കൊടുക്കാനും അത് ഇന്ത്യയിലെയും വിദേശത്തൊക്കെയുള്ള കമ്പനികളെ അവരുടെ മുമ്പായി സമർപ്പിക്കാനും അവർക്ക് ആവശ്യമുള്ള അവർക്ക് ഇഷ്ടപ്പെട്ട തൊഴിൽ അതൊക്കെ നേടിയെടുക്കാനും സാധ്യമാകുന്ന രീതിയിൽ 100-ലധികം കമ്പനികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഒരു തൊഴിൽ മേള സംഘടിപ്പിക്കുന്നത്. ഗ്ലോബൽ ജോബ് ഫെയറിൽ വിദേശ കമ്പനികളെ കൊണ്ടുവരുന്നത് വഴി മറ്റൊരു വികസന ഇടനാഴി കൂടിയാണ് കോർപ്പറേഷൻ ലക്ഷ്യമിടുന്നത്. പഠനത്തോടൊപ്പം ജോലി എന്ന ആശയത്തിൽ ഊന്നി പാർട്ട് ടൈം ജോലി നൽകാനും ഗ്ലോബൽ ജോബ് ഫെയർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിനായി വ്യാപാരി വ്യവസായികളുടെ സഹകരണം അനിവാര്യമാണെന്നും മേയർ മുസ്ലിം മഠത്തിൽ പറഞ്ഞു. ആവശ്യമായ തൊഴിൽ നൈപുണ്യമുള്ളവരെ ലഭിക്കാത്തത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി ചേംബർ സെക്രട്ടറിയും വിദ്യാഭ്യാസ സംരംഭകനുമായ സി അനിൽകുമാർ അഭിപ്രായപ്പെട്ടു. ഉദ്യോഗാർത്ഥികളുടെ അഭിരുചി
അഭിരുചിക്കനുസരിച്ചല്ല പല സംരംഭകരും തൊഴിൽ നൽകുന്നതെന്ന് വ്യവസായി TP അബ്ബാസ് ഹാജി പറഞ്ഞു. ഉദ്യോഗാർത്ഥികൾക്ക് ആവശ്യമായ തൊഴിൽ പരിശീലനം നൽകാൻ സംരംഭകർ തയ്യാറാകണമെന്ന് വ്യാപാരി വ്യവസായി സമിതി പ്രതിനിധി C മനോഹരൻ പറഞ്ഞു. കണ്ണൂർ വിമാനത്താവളം, അഴീക്കൽ ഫോർട്ട് എന്നിവയിലൂടെ ധാരാളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് അബ്ദുൾ ഖാദർ പനക്കാട് പറഞ്ഞു. പഠനത്തിനും ജോലിക്കുമായി മറ്റിടങ്ങളിലേക്ക് പോകുന്നത് ഒഴിവാക്കാൻ കണ്ണൂർ ജില്ലയിൽ തന്നെ കൂടുതൽ സംരംഭങ്ങൾ കൊണ്ടുവരണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രതിനിധി KV സലീം പറഞ്ഞു. സർക്കാരിന്റെ സഹകരണത്തോടെ നിരവധി സംരംഭങ്ങൾ തുടങ്ങാൻ സാധ്യതകൾ ഉണ്ടെന്നും അത് ഉപയോഗപ്പെടുത്താൻ സംരംഭകർ തയ്യാറാകണമെന്നും KSSIA ജില്ലാ പ്രസിഡന്റ് C അബ്ദുൽ കരീം വ്യക്തമാക്കി. തൊഴിലില്ലായ്മ, തൊഴിലിനെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് യുവത്വം നേരിടുന്ന പ്രശ്നമെന്ന് ഫ്യൂമ ഫൗണ്ടർ പ്രസിഡന്റ് KP രവീന്ദ്രൻ പറഞ്ഞു. വ്യവസായ കേന്ദ്രം ജില്ലാ ജനറൽ മാനേജർ KS അജിമോൻ, ചേംബർ പ്രസിഡന്റ് TK രമേശ് കുമാർ എന്നിവർ മുഖ്യാതിഥികളായി. സംരംഭക വർഷത്തിൽ കോർപ്പറേഷനിൽ 2392 സംരംഭങ്ങൾ ആരംഭിക്കാൻ കഴിഞ്ഞെന്നും ഇതിലൂടെ 6409 തൊഴിലവസരം സൃഷ്ടിക്കാൻ സാധിച്ചെന്നും അജിമോൻ പറഞ്ഞു. ഡെപ്യൂട്ടി മേയർ P ഇന്ദിര ആമുഖ ഭാഷണം നടത്തി. ചേംബർ ട്രഷറർ നാരായണൻകുട്ടി, ഹാഷിബ് മാമു, കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷരായ സുരേഷ് ബാബു എളിയാവൂർ, MP രാജേഷ്, സിയാദ് തങ്ങൾ, VK ശ്രീലത, ഷാഹിന മൊയ്തീൻ, കോർപ്പറേഷൻ കൗൺസിലർമാർ, വിവിധ വ്യാപാരി വ്യവസായ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ മുഖാമുഖത്തിൽ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അംബേദ്കർ നിന്നക്കെതിരെ ആം ആദ്മി പാർട്ടി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന സദസ്സും പ്രതിജ്ഞയും സംഘടിപ്പിച്ചു. പഴയ ബസ് സ്റ്റാൻഡിൽ ഭരണഘടനാ സംസ്ഥാന സെക്രട്ടറി ജയദേവ് ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി രമേശ് ചെറുവോട്ട് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് KV രതീഷ് അധ്യക്ഷത വഹിച്ചു. PV ജോസഫ്, അഡ്വക്കേറ്റ് മാത്യു N ദേവ്, അസീസ്, KS സാദിഖ്, ചന്ദ്രലേഖ എന്നിവർ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞൊരു ചോദ്യം വീണ്ടും നമ്മുടെ സമൂഹത്തിന്റെ മുന്നിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അന്ന് അംബേദ്കർ ഗാന്ധിയോട് പറഞ്ഞു, ഗാന്ധി, ഇതെന്റെ മാതൃരാജ്യമാണ് എന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കുന്നില്ല. ഇന്ത്യ എന്റെ മാതൃരാജ്യമാണ് എന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കുന്നില്ല. അപ്പൊ ഗാന്ധി തിരിച്ചു ചോദിച്ചു, അതെന്ത് പറ്റി? ഇന്ത്യ മാതൃരാജ്യമാണ് എന്ന് പറയാൻ സാധിക്കുന്നില്ല, എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോ അംബേദ്കർ പറയുന്നുണ്ട്, ഇതെന്റെ രാജ്യമാണെങ്കിൽ, ഇതെന്റെ രാജ്യമാണ് എന്ന് അഭിമാനത്തോടെ എനിക്ക് പറയണമെങ്കിൽ നവവത്സരത്തെ വരവേൽക്കാൻ വിദ്യാലയത്തിന്റെ ശതവാർഷിക സന്ദേശമായി വടക്കുംപാട് LP സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളുടെ വീട്ടിലും നക്ഷത്രങ്ങൾ തിളങ്ങും. സെന്റിനിയൻ 24ന്റെ ഭാഗമായി നടത്തിയ ഏകദിന പഠന ക്യാമ്പ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ രാജീവൻ ബേങ്ങാട് ഉദ്ഘാടനം ചെയ്തു. പ്രോഗ്രാം ചെയർമാൻ CT സുരേന്ദ്രൻ അധ്യക്ഷനായി. ഒറിഗാമി, അഭിനയ കളരി, കളിയും ചിരിയും പാട്ടും പറച്ചിലും തുടങ്ങിയ വിഷയങ്ങളിൽ ജനു ആയിച്ചങ്കണ്ടി, വിനോദ് മുഴപ്പാല, വിജേഷ് കൈലാസ്, TP മഹേഷ്, സായന്ത് കണ്ണൂർ, അശ്വിൻ ചിത്രൻ എന്നിവർ ക്ലാസ് എടുത്തു. സതീഷ് പാർവണ സ്വാഗതവും TP മഹേഷ് നന്ദിയും പറഞ്ഞു. 100 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഗ്രാമത്തിൽ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചിന്തിക്കുന്ന, വിദ്യയിലൂടെ മാത്രമേ നമ്മുടെ കുരുന്നുകളെ, നമ്മുടെ യുവജനങ്ങളെ മാറ്റിമറിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ചിന്തിച്ച വലിയ ഒരു മാസ്റ്റർ ബ്രെയിനുകൾ 100 വർഷം മുമ്പ് ഇവിടെ ജീവിക്കുകയും അവരുടെ ബുദ്ധികേന്ദ്രം പ്രാവർത്തികമാക്കുകയും ചെയ്തു എന്നതിന്റെ ഉദാഹരണമാണ് ഒരു ചെറിയ വിദ്യാലയമാണെങ്കിലും നമ്മുടെ വടക്കുംപാട് LPS. അതുകൊണ്ട് തീർച്ചയായിട്ടും അന്ന് ഒരുപാട് കഷ്ടതകളും യാതനകളും സഹിച്ച് ബ്രിട്ടീഷ് കാലത്ത് ഇങ്ങനെയൊരു വിദ്യക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് ഒരു സരസ്വതി ക്ഷേത്രം പണിത, അതിന് സഹായിച്ച മുഴുവൻ നാട്ടുകാർക്കും മാനേജ്മെന്റിനും ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ്. ഇനി സ്വർണ്ണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 7090 രൂപ, പവന് 56,720 രൂപ, വെള്ളി 99 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഓടിയെത്തിയ ട്രെയിനിന് മുന്നിലെ സമയോചിത ഇടപെടൽ, പന്നേമ്പാറയിലെ പവിത്രന് ലഭിച്ചത് 2ാം ജന്മം. ഓർത്തെടുക്കുമ്പോൾ ഭീതി വിട്ടൊഴിയുന്നില്ല. അന്വേഷണം ആരംഭിച്ച് RPF. അംബേദ്കറെ അപമാനിച്ച അമിത്ഷാ രാജിവെക്കണം. ആവശ്യവുമായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ മാർച്ച്. കോൺഗ്രസ് രാജ്യത്തുള്ളിടത്തോളം ഭരണഘടനയെ തകർക്കാനാവില്ലെന്നും നേതാക്കൾ. ആടിയും പാടിയും അവർ ഒത്തുകൂടി. അവശതകളും ആകുലതകളും വഴിമാറി ഭിന്നശേഷി കലാമേള. പ്രത്യേക പരിഗണന അർഹിക്കുന്നവരെ മാറ്റി നിർത്താതെ ചേർത്തു നിർത്തണമെന്ന് അഡ്വക്കേറ്റ് KK രത്നകുമാരി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.